2026 മെയ് 3 സമർത്ഥരായ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ താറുമാറാക്കിക്കൊണ്ട് മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്നു. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കിയ ഈ ക്രമക്കേടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. തുടർന്ന് മെയ് 12 പരീക്ഷ റദ്ദാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിർബന്ധിതരായി. കടുത്ത മാനസിക സമ്മർദ്ദം, തങ്ങളുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള ഭയം തുടങ്ങിയ കാരണത്താൽ എത്ര വിദ്യാർത്ഥികളുടെ ജീവനാണ് കേന്ദ്ര പരീക്ഷാ സംവിധാനത്തിലെ അഴിമതി കാരണം നഷ്ടമായത്. എന്നാൽ ജനരോക്ഷം ശക്തമായിട്ടും കേന്ദ്ര സർക്കാർ മൗനം പാലിച്ചു. നീറ്റ് ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം തുടരുമ്പോഴും കേന്ദ്രം മൗനം പാലിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കേന്ദ്രം അവഗണിക്കുന്നത് പ്രതിഷേധത്തെയല്ല, രാജ്യത്തെ കെട്ടഴിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ്. നിരവധി വിദ്യാർത്ഥികളുടെ ജീവൻ എടുക്കുകയും മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ക്രമക്കേടിന് നേരെയാണ്. നീതിയില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ജന്തർ മന്ദിറിൽ CJPയുടെ സമരപ്പന്തലിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. जितने भी बच्चे हैं सबके न्याय के लिए यहाँ पे हैं और उनको न्याय नहीं दिलाने तक हम ये प्रण लेते हैं कि हम यहाँ से नहीं जाएंगे. രാജ്യത്തെ വിവിധ കർഷക സംഘടനകളും വിദ്യാർത്ഥി യൂണിയനുകളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തുകയും ചെയ്തു. CJPയുടെ സമരം തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷ അഴിമതികളിലൊന്നായിരുന്നിട്ട് പോലും കേന്ദ്രം ഇതിനു നേരെ കണ്ണടയ്ക്കുകയാണ്. മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ പ്ലീസ് റിസൈൻ എന്ന മുദ്രാവാക്യം ഉയർന്നപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇടാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവേശം കാണിച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ ജന്മദിനത്തിൽ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ശ്രദ്ധേയമായ പരിശ്രമങ്ങൾ നടത്തിയ മന്ത്രി എന്നാണ് മോദി പ്രധാനെ കുറിച്ച് പറഞ്ഞത്. ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സമയമില്ലെങ്കിലും ചോദ്യപേപ്പർ വിവാദത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മന്ത്രിയെ പുകഴ്ത്താൻ പ്രധാനമന്ത്രിക്ക് സമയമുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുടെയും NDAയുടെ പരാജയത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കില്ലെന്ന വ്യക്തമായ സൂചനയാണ് ഭരണകൂടം ഇതിലൂടെ നൽകുന്നത്. സമരരംഗത്തുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നതാണ് സർക്കാരിന്റെ ഈ നിലപാട്. നിലവിലെ വിവാദങ്ങളിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് മഹാരാഷ്ട്രയിൽ അധ്യാപക യോഗ്യതാ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവന്ന റിപ്പോർട്ടും പുറത്തുവന്നത്. നീറ്റ് CBSE വിവാദങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ സംഘടനാ നിലപാടുകളുമായി CPIM തുടക്കം മുതൽ തന്നെ രംഗത്തുണ്ട്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും വിഷയത്തിൽ ഔദ്യോഗിക പ്രമേയങ്ങൾ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ രാജ്യവ്യാപകമായി ഉയർന്ന ജനരോക്ഷം വകവയ്ക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ SFI പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. 2017 NDA രൂപീകരിച്ചത് മുതൽ കുറഞ്ഞത് 4 തവണയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് CPIM ചൂണ്ടിക്കാട്ടി. കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ സഹായിക്കുന്ന ഈ കേന്ദ്രീകൃത ഏജൻസിക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്നും ഇത് ഉടൻ പിരിച്ചുവിടണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കേന്ദ്ര നയത്തിന്റെ കരിനിഴൽ വീഴുകയാണെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രചരണ ബോർഡുകൾക്കും ബാനറുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള VCയുടെ ഉത്തരവ്. വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണ് ഇവിടെ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ സ്വന്തം ജീവൻ പോലും നൽകേണ്ടി വരുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് യാഥാർത്ഥ്യം.